Hello friends, welcome to AutoCAD online training presented by BIMLabs Engineering Services Private Limited. BIMLabs is an Autodesk authorized learning partner and I am Samira Saleh, working as a senior technical engineer at BIMLabs. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് AutoCAD Drawing Tools Part 2 ആണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ AutoCAD-നകത്ത് Drawing Tools ലൈൻ പോയിന്റ് സ്റ്റൈൽ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ നോക്കുന്നത്. So, next drawing tools നാത്തുള്ള ടൂൾ എന്ന് പറഞ്ഞാൽ പോളിലൈൻ ആണ്. പോളിലൈൻ വെച്ച് നമുക്ക് എങ്ങനെ ഒരു പോളിലൈൻ ടൂൾ യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടൊരു ലൈൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം നമ്മൾ ലൈൻ ടൂൾ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറ് ഞാനിപ്പോൾ ലൈൻ വരച്ചു. അഗെയിൻ നെക്സ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യാനായിട്ട് കമാൻഡ് പറയും. നെക്സ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുമ്പോൾ അഗെയിൻ അത് ലൈൻ ആകും. അഗെയിൻ എനിക്കൊരു നെക്സ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റും. വീണ്ടും നെക്സ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലൈൻസ് വരയ്ക്കാനായിട്ട് ഇതിനകത്ത് പറ്റും. ഞാനിപ്പോൾ ഈ ലൈൻ കമാൻഡിന് എൻ്റർ കൊടുത്ത് എസ്കേപ്പ് ആവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനെ സെലക്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു സിംഗിൾ ലൈൻ ആണ്. നെക്സ്റ്റ് ഞാൻ അടുത്തൊരു സെഗ്മെന്റ് സെലക്ട് ചെയ്യുമ്പോൾ അത് വേറൊരു ലൈൻ സെഗ്മെന്റ് ആണ്. ഇത് വേറൊരു ലൈൻ സെഗ്മെന്റ് ആണ്. അതായത് ഞാൻ കൊടുക്കുന്ന ഓരോ പോയിന്റ്സിനകത്തും ഓരോ സെപ്പറേറ്റ് ലൈൻ സെഗ്മെന്റ്സ് ആയിരിക്കും ക്രിയേറ്റ് ആവുക. അതോടൊപ്പം ഞാനൊരു ലൈനിനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു 3 ഗ്രിപ്പ് പോയിന്റ്സ് കാണാനായിട്ട് പറ്റും. ഒരു ഗ്രിപ്പ് പോയിന്റിൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്, സ്ട്രെച്ച് ആൻഡ് ലെങ്തൻ. അതായത് നമുക്കൊരു ലൈനിന്റെ നീളം കൂട്ടാനും ഒരു സ്പെസിഫിക് ലെങ്ത് കൊടുത്തിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള 2 ഓപ്ഷൻസ് ആണിത്. ഞാനിപ്പോൾ സ്ട്രെച്ച് ഓപ്ഷൻ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇപ്പൊ സ്ട്രെച്ചിൽ ക്ലിക്ക് ചെയ്തു നമുക്ക് ആ ഗ്രിപ്പ് പോയിന്റിനെ എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും സ്ട്രെച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണിത്. അതേസമയം ഞാനിപ്പോൾ ലെങ്തൻ ഓപ്ഷൻ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്പെസിഫൈ എൻഡ് പോയിന്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എന്ത് ചെയ്യണം, ആ സെയിം അതായത് ആ ഒരു പൊസിഷൻ മാറാതെ തന്നെ എനിക്കൊരു ഇത്ര പോർഷൻ, അതായത് ഇപ്പൊ ടോട്ടൽ ലെങ്ത് തന്നെ മേളിൽ ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് കാണിക്കുന്നുണ്ട് 833.403 എന്നൊക്കെ. എനിക്ക് ആ ഒരു പൊസിഷൻ മാറാതെ തന്നെ എനിക്ക് എത്ര നീളത്തിൽ ആ ഒരു ലൈനിനെ ലെങ്തൻ ചെയ്യണം എന്നുള്ള ഒരു പോയിന്റ് എനിക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ആ 2 ഓപ്ഷൻസ്. അഗൈൻ നടുക്കൊരു ഗ്രിപ്പ് പോയിന്റ് ഉണ്ട്, അതിനെ സെലക്ട് ചെയ്യുമ്പോഴും എനിക്കതിന് ലൈൻ സെഗ്മെന്റിനെ മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കിട്ടുക. അപ്പൊ ഇതാണ് നമുക്ക് ലൈനിനകത്തുള്ള 3 ഗ്രിപ്പ് സെഗ്മെന്റ്സ് ഗ്രിപ്പ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ. അതേസമയം ഞാനിപ്പോൾ പോളിലൈൻ ആണ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോളിലൈൻ നമുക്ക് 3 രീതിയിൽ എല്ലാ ടൂൾസിനെയും പോലെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നുകിൽ ഹോം ടാബിനകത്ത് ഡ്രോ പാനലിനകത്ത് പോളിലൈൻ ടൂൾ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മെനു ബാറിനകത്ത് ഡ്രോയ്ക്കകത്ത് പോളിലൈൻ എടുക്കുക. അതർവൈസ് അതിന്റെ കമാൻഡ് ഏരിയ PL ആണ്. PL കൊടുക്കുക, എൻ്റർ ചെയ്യുക. നമുക്ക് ഫസ്റ്റ് ആയിട്ട് പറയുന്നത് സ്പെസിഫൈ ദ സ്റ്റാർട്ട് പോയിന്റ് തന്നെയാണ്. ഞാൻ സ്റ്റാർട്ട് പോയിന്റ് സ്പെസിഫൈ ചെയ്തു. പറയുന്നുണ്ട് സ്പെസിഫൈ ദ നെക്സ്റ്റ് പോയിന്റ് ഓർ ആർക്ക്, ഹാഫ് വിഡ്ത്ത്, ലെങ്ത്, അൺഡു വിഡ്ത്ത്. ഇത്ര ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് കിടക്കുന്നത്. ഞാൻ എടുക്കുകയാണ് സ്പെസിഫൈ ദ നെക്സ്റ്റ് പോയിന്റ്. അടുത്ത പോയിന്റ് ഞാൻ സ്പെസിഫൈ ചെയ്യുകയാണ്. വീണ്ടും പറയുന്നുണ്ട് സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ്. അഗൈൻ നെക്സ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്തു. വീണ്ടും നെക്സ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്തു. നെക്സ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്തു. ക്ലോസ് എടുത്തു. നമ്മുടെ സ്റ്റാർട്ട് പോയിന്റുമായിട്ട് എന്റെ പോളിലൈൻ ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതിനെ ഒരു ലൈനിനെ സെക്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എല്ലാ ലൈൻ സെഗ്മെന്റ്സും ഒരുമിച്ചാണ് സെലക്ട് ആയിട്ടുള്ളത്. അതായത് നമ്മൾ ലൈനിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് വരയ്ക്കണം എന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യുമ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ലൈൻ സെഗ്മെന്റ്സ് ആയിരിക്കും. എന്നാൽ നമ്മൾ പോളിലൈൻ വരയ്ക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുന്ന എല്ലാ പോയിന്റ്സും ഒറ്റ സെലക്ഷൻസ് തന്നെ ആയിരിക്കും. അതോടൊപ്പം നമ്മൾ ലൈനിൽ കണ്ടപോലെ ഒരു 3 ഗ്രിപ്പ് പോയിന്റ്സ് ഇതിനകത്തും കിടപ്പുണ്ട്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. അതായത് ഞാൻ ഫസ്റ്റ് ഒരു ഗ്രിപ്പ് പോയിന്റിൽ സെലക്ട് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്, സ്ട്രെച്ച് വെർട്ടെക്സ്, ആഡ് വെർട്ടെക്സ് ഓർ റിമൂവ് വെർട്ടെക്സ്. ഇപ്പോൾ സ്ട്രെച്ച് വെർട്ടെക്സ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ നമ്മൾ ആ ഒരു വെർട്ടെക്സിനെ സ്ട്രെച്ച് ചെയ്യാൻ വലിച്ച് നീട്ടാനുള്ള ഒരു ഓപ്ഷൻ ആണത്. അതർവൈസ് അടുത്ത രണ്ടാമതൊരു ഓപ്ഷൻ ആഡ് വെർട്ടെക്സ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ വരച്ചപ്പോൾ വന്നിട്ടുള്ള വെർട്ടെക്സിന്റെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 വെർട്ടെക്സ് ആണ്. ഈ 6 വെർട്ടെക്സിനെ കൂടാതെ എനിക്കിപ്പോൾ ഇതിനകത്ത് ഒരു വെർട്ടെക്സ് കൂടെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് വെർട്ടെക്സ് ഓപ്ഷൻ എടുക്കുക. നമുക്കൊരു പുതിയ വെർട്ടെക്സ് ഇതുപോലെ നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. എത്ര വെർട്ടെക്സ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഉള്ളത് റിമൂവ് വെർട്ടെക്സ് ആണ്. റിമൂവ് വെർട്ടെക്സ് കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വെർട്ടെക്സ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഇതിനകത്തുള്ള ഗ്രിപ്പിനകത്തുള്ള മൂന്ന് ഓപ്ഷൻസ്, സ്ട്രെച്ച് വെർട്ടെക്സ്, ആഡ് വെർട്ടെക്സ് ആൻഡ് റിമൂവ് വെർട്ടെക്സ്. പിന്നെ ഈ ഒരു ലൈനിനകത്ത് തന്നെ നടുക്കൊരു ഓപ്ഷൻ, നടുക്കൊരു ഗ്രിപ്പ് ഉണ്ട്. അതിനകത്ത് 3 കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, സ്ട്രെച്ച് ഉണ്ട്, ആഡ് വെർട്ടെക്സ് ഉണ്ട്. പിന്നെ നേരത്തെ നമുക്ക് എൻഡിനകത്ത് കാണാൻ പറ്റാത്ത ഒരു ഓപ്ഷൻ, അതായത് എൻഡ് ഗ്രിപ്പ് പോയിന്റ് കാണാത്ത ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, കൺവേർട്ട് ടു ആർക്ക്. അതായത് നമുക്ക് ഈ ഒരു ലൈൻ സെഗ്മെന്റ് ഒരു ആർക്കിലോട്ട് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ മിഡിൽ ഗ്രിപ്പ് യൂസ് ചെയ്താൽ മതിയാകും. അതിപ്പോൾ കൺവേർട്ട് ടു ആർക്ക് കൊടുക്കുമ്പോൾ ആ ഒരു ലൈൻ സെഗ്മെന്റ് ഒരു ആർക്കിലോട്ട് കൺവേർട്ട് ആവുകയാണ്.
ഇതുപോലെ നമുക്ക് ലൈൻ സെഗ്മെന്റിനെ പോളിലൈനിന്റെ മിഡിൽ ഗ്രിപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ആർക്കിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ ഓപ്ഷൻ നമുക്ക് ലൈനിൽ കിട്ടില്ല, പോളിലൈനിൽ മാത്രം ഉള്ള ഒരു ഓപ്ഷൻ ആണിത്. നെക്സ്റ്റ് ഞാൻ അഗൈൻ പോളിലൈൻ എടുക്കുവാണ്. സ്പെസിഫൈ സ്റ്റാർട്ട് പോയിന്റ് പറയുന്നത്, ഞാൻ സ്റ്റാർട്ട് പോയിന്റ് സ്പെസിഫൈ ചെയ്തു. നമ്മൾ നേരത്തെ നോക്കിയത് സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ്. ഓർ പിന്നെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കിടപ്പുണ്ട്. ആർക്ക്, ഹാഫ് വിഡ്ത്ത്, ലെങ്ത്, അൺഡു, വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഇപ്പൊ ഹാഫ് വിഡ്ത്ത് ഓപ്ഷൻ എടുക്കുവാണ്. ഹാഫ് വിഡ്ത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു ആരോ ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഞാൻ ഹാഫ് വിഡ്ത്ത് ഓപ്ഷൻ എടുക്കുവാണ്. ഫസ്റ്റ് ചോദിക്കുന്നുണ്ട് സ്പെസിഫൈ സ്റ്റാർട്ടിംഗ് ഹാഫ് വിഡ്ത്ത്. ഞാൻ 0 തന്നെ കൊടുത്തു, എൻ്റർ ചെയ്തു. അപ്പൊ വീണ്ടും ചോദിക്കുന്നുണ്ട് സ്പെസിഫൈ എൻഡിങ് ഹാഫ് വിഡ്ത്ത്. ഞാൻ ഒരു 20 കൊടുത്തു വാല്യൂ, അഗൈൻ എൻ്റർ ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഇവിടെ കൊടുക്കുന്നത്. അതായത് ഞാനിപ്പോ ഈ ഒരു ലൈൻ എത്രമാത്രം സ്ട്രെച്ച് ചെയ്യുന്നു, ആ സ്ട്രെച്ചിങ്ങിന്റെ എൻഡ് പോർഷൻ എവിടെയാണോ വരുന്നത് അതിന്റെ വിഡ്ത്ത് ഇപ്പോ, അതിന്റെ ഹാഫ് വിഡ്ത്ത് ഇപ്പോ 20 ആയിട്ടുണ്ട്. ഞാനിപ്പോ ഈ ഒരു ഓർത്തോ ഒന്ന് ഓൺ ആക്കുവാണ് സ്ട്രേറ്റ് ലൈൻ കിട്ടാനായിട്ട്. ഇതിന്റെ എൻഡ് പോർഷന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 20 ആയിരിക്കും. ഞാൻ ഈ ലൈനിനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എവിടെയൊക്കെ ഈ ലൈൻ വരയ്ക്കുന്നുണ്ടോ അവിടെയൊക്കെ ഈ വിഡ്ത്തിന് 20 വരത്തുള്ളൂ. അപ്പൊ നമുക്ക് അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഗൈൻ ഹാഫ് വിഡ്ത്ത് ഓപ്ഷനിലോട്ട് പോവാം. സ്റ്റാർട്ടിംഗ് ഹാഫ് വിഡ്ത്ത് 0, എൻഡിങ് ഹാഫ് വിഡ്ത്ത് അഗൈൻ 0 തന്നെ കൊടുക്കുക. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സാധാരണ 0 വിഡ്ത്തിൽ തന്നെ അടുത്ത ലൈനിനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. വീണ്ടും ഞാൻ പോളിലൈൻ എടുത്തു, ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്തു. ഹാഫ് വിഡ്ത്തിന് പകരം ഇവിടെ വിഡ്ത്ത് എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ ചൂസ് ചെയ്യുവാണ്. സ്റ്റാർട്ടിംഗ് വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്, ഞാൻ 0 കൊടുത്തു. എൻഡിങ് വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്, ഞാൻ അഗൈൻ സെയിം ഓപ്ഷൻ അതായത് 20 തന്നെ കൊടുത്തു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരത്തെ പോലെ ഒരു എൻഡ് പോർഷനിലെ വിഡ്ത്ത് ആണ് ഇപ്പോൾ 20. അഗൈൻ കണ്ടിന്യൂസ് ആയിട്ട് ആ 20 വിഡ്ത്തിലുള്ള ലൈൻ തന്നെയാണ് എനിക്ക് കിട്ടുക. അതിന് ചേഞ്ച് ചെയ്യാനായിട്ട് അഗൈൻ വിഡ്ത്ത് ഓപ്ഷൻ എടുക്കാം. സ്റ്റാർട്ടിംഗ് വിഡ്ത്ത് 0 ആക്കി കൊടുക്കാം, അഗൈൻ എൻഡിങ് വിഡ്ത്തും 0 ആക്കി കൊടുക്കാം. നമുക്ക് വിഡ്ത്ത് 0 ലൈൻ കിട്ടുന്നതായിരിക്കും. ഇത് രണ്ടിനകത്ത് ഞാൻ കൊടുത്ത വാല്യൂസ് സെയിം ആണ്, പക്ഷെ രണ്ടും രണ്ട് സൈസ് ആണ്. കാരണം ഫസ്റ്റത്തെ ആരോ വരയ്ക്കാൻ ഞാൻ എടുത്ത ഓപ്ഷൻ ഹാഫ് വിഡ്ത്തും രണ്ടാമത്തെ ആരോ വരയ്ക്കാൻ ഞാൻ എടുത്ത ഓപ്ഷൻ വിഡ്ത്തും ആയിരുന്നു. ഫസ്റ്റ് ഓപ്ഷന്റെ ഹാഫ് വിഡ്ത്ത് മീൻസ് ആ ഒരു ആരോയുടെ എൻഡിൽ ഹാഫ് വിഡ്ത്ത് ആണ് 20, അതായത് ടോട്ടൽ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 40 ആയിരിക്കും. സെക്കൻഡ് ഓപ്ഷൻ ഞാൻ എടുത്ത വിഡ്ത്ത് ഓപ്ഷൻ ആണ്, അതായത് ഈ ഒരു ആരോയുടെ ടോട്ടൽ എൻഡിലെ വിഡ്ത്ത് ആണ് 20, അതായത് ഇതിന്റെ ഹാഫ് വിഡ്ത്ത് 10 ആയിരിക്കും. അതാണ് ആ രണ്ട് ഓപ്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസ്. അഗെയിൻ ഞാൻ പോളിലൈൻ തന്നെ എടുക്കുവാണ്, സ്റ്റാർട്ട് പോയിന്റ് സ്പെസിഫൈ ചെയ്തു. പിന്നെ ഇവിടെ ഉള്ള ഒരു ഓപ്ഷൻ ലെങ്ത് ആണ്, അതായത് എനിക്കൊരു ലെങ്ത് സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെങ്ത് എടുക്കുക. സ്പെസിഫൈ ദ ലെങ്ത് ഓഫ് ദ ലൈൻ, ഞാനൊരു 100 കൊടുത്തു, എൻ്റർ ചെയ്തു. കാണാൻ പറ്റുന്നുണ്ടായിരിക്കും 100 ലെങ്തിന്റെ ലൈനാണ് എനിക്ക് വന്നത്. നെക്സ്റ്റ് ഞാൻ ഈ ഓർത്തോ ഓപ്ഷൻ ഒന്ന് ഓഫ് ചെയ്യുവാണ്. ഒരു ആംഗിളിൽ വെച്ചിട്ട് ഞാൻ അഗൈൻ ഒരു 200 കൊടുത്തു. ഞാൻ വെച്ചേക്കുന്ന സെയിം ഡയറക്ഷനിലോട്ട് തന്നെ ഒരു 200 ലെങ്തിന്റെ ലൈൻ വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ലെങ്ത് സ്പെസിഫൈ ചെയ്ത് പോളിലൈൻസിനെ ക്രിയേറ്റ് ചെയ്യാനാണ് ലെങ്ത് ഓപ്ഷൻ ചൂസ് ചെയ്യാം. അഗൈൻ ഞങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൈൻസ് വരയ്ക്കാം. പിന്നെ ഇവിടെ ഉള്ളത് അൺഡു ഓപ്ഷൻ ആണ്. അൺഡു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസിലോട്ട് കമാൻഡിനെ റീഡയറക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അൺഡു ഓപ്ഷൻ. പിന്നെ ഇവിടെ ഉള്ളത് ക്ലോസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഓരോ ഓപ്ഷനും കൂടിയാണ് ഇവിടെ ഉള്ളത്, അത് ആർക്കാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഓർ ഓപ്ഷൻസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ഒരു ലെറ്റർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നുകിൽ ഈ ഒരു ഓപ്ഷനിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, അതർവൈസ് ആ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതിയാകും. ആർക്കിൽ ക്ലിക്ക് ചെയ്യുക ഓർ എയിം ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോഴും നമുക്ക് ആ സെയിം കാര്യം തന്നെയാണ് കിട്ടുക. ഞാനിപ്പോ ആർക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചധികം ഓപ്ഷൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. ആംഗിൾ, സെന്റർ, ഡയറക്ഷൻ, ഹാഫ് വിഡ്ത്ത്, ലൈൻ, റേഡിയസ്, സെക്കൻഡ് പോയിന്റ്, അൺഡു, വിഡ്ത്ത്. ഇത്രയുമാണ് ഓപ്ഷൻസ്. ഫസ്റ്റ് ഇപ്പൊ ആംഗിൾ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയും സ്പെസിഫൈ ദ ഇൻക്ലൂഡഡ് ആംഗിൾ. നമുക്കറിയാം ഒരു സർക്കിളിന്റെ അല്ലെങ്കിൽ ഒരു ആർക്കിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്താണെന്നുള്ള കാര്യം, അത് സ്പെസിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഞാനൊരു 45 ഡിഗ്രി കൊടുത്തു. 45 ഡിഗ്രി കൊടുത്ത് ഞാനിപ്പോ ഈ ലൈനിനെ എത്ര സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര ചെറുതാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ വരയ്ക്കുന്ന ആ ഒരു ആംഗിളിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ, ഒരു ആർക്കിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി തന്നെയായിരിക്കും. അതിലൊരു വ്യത്യാസം വരത്തില്ല. എത്ര വലുതാക്കിയാലും ചെറുതാക്കിയാലും ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നത് 45 ഡിഗ്രി തന്നെയായിരിക്കും. ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോ ഒരു ആർക്കിന്റെ ഒരു എൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്തു, എൻ്റർ ചെയ്തു. ഡയമെൻഷൻസിനകത്ത് ഞാൻ ആംഗുലർ ഡയമെൻഷൻസ് എടുത്തു. ഈ ഒരു ആർക്ക് ക്ലിക്ക് ചെയ്തു, കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇതിന്റെ ആംഗിൾ 45 ഡിഗ്രി, അതായത് ഇതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ 45 ഡിഗ്രി ആണ്. നെക്സ്റ്റ് അഗൈൻ പോളിലൈൻ എടുത്തു, സ്റ്റാർട്ട് പോയിന്റ് സ്പെസിഫൈ ചെയ്തു, ആർക്ക് ഓപ്ഷൻ എടുത്തു. നെക്സ്റ്റ് ഇവിടെ ഉള്ളത് സെന്റർ ആണ്. സെന്റർ ഓപ്ഷൻ എടുക്കുമ്പോൾ സ്പെസിഫൈ സെന്റർ പോയിന്റ് ഓഫ് ആർക്ക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. ഞാനൊരു പോയിന്റ് സ്പെസിഫൈ ചെയ്തു. പിന്നെ ഞാൻ വരയ്ക്കുന്ന ആർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ക്ലിക്ക് ചെയ്ത് സെന്റർ പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരിക. അപ്പൊ സെന്റർ പോയിന്റ് ഓൾറെഡി സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആർക്കിനെ എവിടെ വെച്ചിട്ടുണ്ടെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. again ഞാൻ പോളിലൈൻ എടുത്തു, സ്റ്റാർട്ട് പോയിന്റ് സ്പെസിഫൈ ചെയ്തു, ആർക്ക് ക്ലിക്ക് ചെയ്തു. പിന്നെ ഉള്ളത് ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ ക്ലോക്ക് വൈസ് വേണം ആന്റി ക്ലോക്ക് വൈസ് വേണം എന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണത്. ഞാനിപ്പോൾ സെക്കൻഡ് പോയിന്റ് കൊടുത്തു, തേർഡ് പോയിന്റ് കൊടുത്തു. again ഡയറക്ഷൻ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് സെയിം ഡയറക്ഷനിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പോയിന്റ് കൊടുക്കുക, തേർഡ് പോയിന്റ് കൊടുക്കുക. നെക്സ്റ്റ് തിരിച്ചുള്ള ഒരു ഡയറക്ഷനിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ എടുക്കുക, സെക്കൻഡ് പോയിന്റ് താഴ്ന്ന് ക്ലിക്ക് ചെയ്യുക, തേർഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഡയറക്ഷൻ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണത്. പിന്നെ ഇവിടെ ഉള്ളത് ഹാഫ് വിഡ്ത്ത് ആണ്. ഹാഫ് വിഡ്ത്ത് നമ്മൾ നേരത്തെ നോക്കിയ സെയിം ഓപ്ഷൻ തന്നെയാണ്, പക്ഷെ ഇത് സർക്കുലർ ആയിട്ട് വരുന്നുള്ള ഒറ്റ ഡിഫറൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഹാഫ് വിഡ്ത്ത് എടുത്തു, ഹാഫ് വിഡ്ത്ത് സ്റ്റാർട്ടിംഗ് ഹാഫ് വിഡ്ത്ത് 0 ആണ്, എൻഡിങ് ഹാഫ് വിഡ്ത്ത് ഞാൻ 20 കൊടുത്തു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. സ്റ്റാർട്ടിംഗ് ഹാഫ് വിഡ്ത്ത് 0 തുടങ്ങി അടുത്തൊരു ആർക്കിന്റെ എൻഡിങ് ഹാഫ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 20 ആയിട്ടാണ് വരിക. ഞാൻ 20 കൊടുത്തു. കണ്ടിന്യൂസ് ആയിട്ട് 20 തന്നെ ആയിരിക്കും. ചേഞ്ച് ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അഗെയിൻ ഹാഫ് വിഡ്ത്ത് എടുക്കുക, 0 അത് അവസാനിപ്പിക്കുക. ഓക്കെ, ഇതാണ് ഓപ്ഷൻ. നമ്മൾ നേരത്തെ എങ്ങനെയാണ് ഒരു പോളിലൈനിൽ ഹാഫ് വിഡ്ത്ത് കൊടുത്തത് അതുപോലെയുള്ള സെയിം ഓപ്ഷൻ തന്നെയാണ് ഇവിടെ ആർക്കിൽ ഹാഫ് വിഡ്ത്ത്. പിന്നെ ഇവിടെ വിഡ്ത്ത് ഉണ്ട്, അതും നമ്മൾ നേരത്തെ നോക്കി അതുപോലുള്ള ഒരു ഓപ്ഷൻ ആണ്. അൺഡു ഓപ്ഷനും സെയിം തന്നെയാണ്. സെക്കൻഡ് ഓപ്ഷൻ സ്പെസിഫൈ ചെയ്യുന്നതും, അതായത് ആർക്കിന്റെ സെക്കൻഡ് ഓപ്ഷൻ സ്പെസിഫൈ ചെയ്യുക എന്നുള്ളത് മീൻ ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് പോയിന്റ് എടുക്കുക, ആർക്കിന്റെ രണ്ടാമത്തെ പോയിന്റ് സ്പെസിഫൈ ചെയ്യുക, മൂന്നാമത്തെ പോയിന്റ് സ്പെസിഫൈ ചെയ്യുക, രണ്ടാമത്തെ പോയിന്റ് സ്പെസിഫൈ ചെയ്യുക, അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ആണത്. നെക്സ്റ്റ് ഇതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ റേഡിയസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ റേഡിയസ് എടുക്കുവാണ്. റേഡിയസ് ഞാനിപ്പോൾ കൊടുക്കുന്നത് ഒരു 200 കൊടുത്തു. 200 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു സർക്കിളിന്റെ റേഡിയസ് 200 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡയമീറ്റർ വരുക 400 ആയിരിക്കും. പക്ഷെ ഇവിടെ എനിക്കിപ്പോൾ ലൈൻ ഒന്നും വരയ്ക്കാൻ പറ്റുന്നില്ല, ജസ്റ്റ് ഒരു ഡോട്ട്. ഞാൻ ഇപ്പോൾ 200 സ്പെസിഫൈ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ മാത്രമേ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. അതിനർത്ഥം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 ഡയമീറ്ററിനേക്കാളും കൂടുതലുള്ള ഒരു പോയിന്റിലാണ് എന്റെ കേഴ്സർ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അവിടെ ഒരു സർക്കിൾ വരയ്ക്കാൻ അല്ലെങ്കിൽ ഒരു ആർക്ക് വരയ്ക്കാൻ പറ്റാത്തത്. നിങ്ങൾക്ക് ഒരു ഡൈനാമിക് ഇൻപുട്ടിനകത്തൊരു വൈറ്റ് ബോക്സിനകത്ത് ആ ഒരു ഡയമെൻഷൻ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഇതിപ്പോൾ പുറത്തോട്ട് നിൽക്കുമ്പോൾ എനിക്കത് റേഡിയസ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ റേഡിയസിനകത്ത് വരുന്ന ഒരാൾക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പർട്ടിക്കുലർ ലെവൽ കഴിയുമ്പോൾ, അതായത് 400-നകത്ത് അല്ലെങ്കിൽ 400 മുതൽ 400-നകത്തോട്ട് ഏത് റേഡിയസിലുള്ള ഒരു ആർക്ക് എനിക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ഇങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ റേഡിയസ് സ്പെസിഫൈ ചെയ്തിട്ടാണ് ആർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു റേഡിയസിനകത്തുള്ള ഒരു സർക്കിൾ മാത്രമേ നിങ്ങൾക്ക് പോളിലൈൻ യൂസ് ചെയ്ത് വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് പോളിലൈനകത്തുള്ള ആർക്കിന്റെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ലൈൻ തന്നെയാണ്. നമ്മൾ സാധാരണ ലൈൻ അടുത്ത നെക്സ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്തിട്ട് ലൈൻ എങ്ങനെയാണോ വരയ്ക്കുന്നത് ആ സെയിം ഓപ്ഷൻസ് തന്നെയാണ് ഇതിനകത്ത് വരിക. പോളി ലൈനിനകത്ത് ഇത്ര ഡിഫറെന്റ് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ആർക്ക്, ഹാഫ് വിഡ്ത്ത്, ലെങ്ത്, അൺഡു ആൻഡ് വിഡ്ത്ത്. ആർക്കിനകത്ത് എടുക്കുമ്പോൾ അഗൈൻ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. ആംഗിൾ സ്പെസിഫൈ ചെയ്തുകൊണ്ട് പോളിലൈൻ ആർക്ക് എടുക്കുക, സെന്റർ സ്പെസിഫൈ ചെയ്തുകൊണ്ട് ആർക്ക് വരയ്ക്കുക, ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുക, റേഡിയസ് കൊടുക്കുക, സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്ത് ആർക്ക് വരയ്ക്കുക. ഇങ്ങനെ കുറച്ചധികം ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. സോ നിങ്ങൾ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഡ്രോയിങ് ടൂൾസിന്റെ തേർഡ് പാർട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും bye, thank you, and keep watching.